വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ക്ലേ ഹൗസ് മേക്കിംഗ് ചാലഞ്ച്. ഗയ്സ്, ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ക്ലേ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് മുന്നിൽ കിടക്കുന്ന ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ക്ലേസ് ആണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. സാധാ ക്ലേ അല്ല ഗയ്സ്, ഇത് ക്ലേ ആണ്. ഇത് കണ്ടോ, കണ്ടാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ക്ലേ ആണ്. ഇത് നമുക്ക് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഷേപ്പ് ആക്കി കഴിഞ്ഞ് കുറച്ചു നേരം എയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവും കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് തുറന്നിട്ട് കാണിച്ചു തരാം. നല്ല ക്യൂട്ട് പിങ്ക്, ബേബി പിങ്ക് കളറാണ് ഗൈസ്. ഇത് ഒരു സ്ലൈം ഒക്കെ പോലെ. സ്ലൈം ഒക്കെ പോലെ. ഇതുണ്ടോ, നല്ല രസമാട്ടോ. ഇത് ഇങ്ങനെ 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 വലിച്ചു കഴിഞ്ഞ് കുറെ നേരം നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഇത് കുറച്ച് ഹാർഡാവും. ഇത് നമ്മളെ ബബിൾക്കൊക്കെ പോലെയുള്ള അങ്ങനത്തെ ഒരു ടെക്സ്ചർ ആണ് കേട്ടോ. ഇത് നമ്മൾ വായന്ന് ഇങ്ങനെ ബബിളാക്കി വിടുന്ന ആ ഒരു സംഭവം പോലെയാണ് നമുക്ക് തോന്നുന്നത്. നല്ല രസമാണ് ഇതുകൊണ്ട് ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ 3 വെറൈറ്റി ക്ലേ ഹൗസസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഹൗസ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു പോണ്ട് ഉണ്ടാക്കാം, അത് വീട്ടിലേക്കുള്ള വഴി ഉണ്ടാക്കാം, ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കാം, റോഡ് ഉണ്ടാക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആകെ 2 മണിക്കൂർ സമയമുള്ളത്. ആ 2 മണിക്കൂർ സമയത്തിന്റെ ഉള്ളിൽ ആരാണോ ഏറ്റവും അടിപൊളിയായിട്ട് ക്ലേ ഹൗസ് ഉണ്ടാക്കുന്നത് അവരായിരിക്കും ഈ ചാലഞ്ചിലെ വിന്നർ. അപ്പൊ എപ്പോഴത്തെ പോലെ തന്നെ നിങ്ങളാണ് വിന്നറിനെ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ 3 പേരുണ്ടാക്കിയ ക്ലേ ഹൗസിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലേ ഹൗസ് ഏതാണോ അതെന്തായാലും കമന്റ് ബോക്സിൽ പറയാം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ആദ്യമായിട്ടാണ് ഈ ഫോം ക്ലേനെ കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഗൈസ്, 2 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. അപ്പൊ നമ്മുടെ ടൈമറും പിടിച്ചിട്ട് ടെഡി ഇതേ അവിടെ ഇരിക്കുന്നുണ്ട്. പിങ്കി സ്റ്റാർട്ട് ചെയ്തോ? 3, 2, 1 സ്റ്റാർട്ട്. ആദ്യം തന്നെ ഞാൻ കൂട് കൊണ്ടുള്ള ഒരു വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനോട് തന്നെ ഈ കപ്പ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കുക. അതിന്റെ മുകളിൽ ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇപ്പൊ ഇത് കാണാൻ ഒരു കൂട് പോലെ ഇല്ലേ? ഈസി ആയിട്ട് നമ്മൾ കൂട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ മുകളിൽ ക്ലേ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഈ ക്ലേ ഇത് അങ്ങനെ ആയിട്ടുള്ളത്. ഇത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ടിയായിട്ട് വരുള്ളൂ. അപ്പൊ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ആക്കാം. ഞാനിവിടെ ഈ ഗ്ലാസ് മുറിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനത്തെ ഗ്ലാസ് ആയതുകൊണ്ട് ഗൈസ് ഇത് എനിക്ക് സ്ക്വയർ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം മെനക്കെടണം കേട്ടോ. അപ്പൊ ഞാൻ ഇത് ആദ്യം കട്ട് ചെയ്തിട്ട് വേണം. ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ, അതായത് നമ്മൾ സാധാരണ വീടില്ലേ ഒരു സമചതുരത്തില്, ആ രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ആദ്യം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ സമചതുരത്തിലുള്ള വീട്, ഇവിടെ കൂണിന്റെ വീട്. ഞാൻ എന്താ ഉണ്ടാക്കുന്നത് ഞാൻ തീരുമാനിച്ചില്ല. ഞാൻ വെറൈറ്റി ആയിട്ട് ഓറഞ്ച് കളർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഓറഞ്ച് കളർ പൊതുവെ എടുക്കാറില്ല ഗൈസ്. അപ്പോ ഇത്തവണ ഞാൻ വിചാരിച്ചു ഞാൻ തൊടാറേ ഇല്ല ഓറഞ്ച് കളർ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓറഞ്ച് കളർ വെച്ചിട്ട് ഇത്തവണ വീടുണ്ടാക്കാന്ന്. ഓറഞ്ച് ക്ലേ ഇതേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഏകദേശം നമ്മളൊന്ന് പരത്തി ഒന്ന് സെറ്റ് ആക്കി കൊടുക്കണം. ഇപ്പൊ ഇത് കയ്യിൽ ഒട്ടുന്ന രീതി. അത് പരത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. നല്ല രസമുണ്ട്. ഒരു സ്ലൈം ഒക്കെ പോലെ ഉണ്ട്. അതേപോലെ തന്നെ സ്ലൈം ഒക്കെ പോലെ ഉണ്ട്. ഭയങ്കര ഇതെന്താ അറിയോ, നമ്മൾ മറ്റേ ക്ലേ ആവുന്ന സമയത്ത് അതിൽ വെള്ളമാക്കി കഴിഞ്ഞാൽ അത് ഫൈനൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഉണങ്ങുന്നു തോന്നുന്നു. വേഗം ഉണങ്ങും. എയറിൽ വെക്കുന്ന സമയത്ത് വേഗം ഉണങ്ങും. ഇത് ഇതിന്റെ മുന്നൊരു പ്രാവശ്യം ഞാൻ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്തിരുന്നിട്ട് ഒരു കുഞ്ഞു തവളേനൊക്കെ നല്ല രസമാണ്. അതെ, അതായത് ആൾക്കാരെ വെൽക്കം ചെയ്യാൻ ഒരു തവള അങ്ങനെ നിൽക്കുന്നു. പിന്നെ എന്തായിരുന്നു, വാട്ടർമെലൺ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിന്റെ മുകളിൽ വാട്ടർമെലന്റെ ഒരു പീസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിന്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു കറുത്തതൊക്കെ ആക്കി വെച്ചിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നാരങ്ങയും പിന്നെ മാങ്ങയും ഒക്കെ ഉണ്ടാക്കി വെച്ചോളി ഒക്കെ ഉണ്ടാക്കി. ഞാനിവിടെ സ്ക്വയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോ നമ്മളെ വട്ടത്തിലുള്ള ഗ്ലാസ് ആയിരുന്നു. അത് ഏകദേശം ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് ഈ ക്ലേ ഒട്ടിക്കുമ്പോ കുറച്ച് സ്റ്റിഫായി നിന്നോളൂ. അപ്പൊ ഇത്തിരി കൂടി ഇത് ഹൈറ്റ് കുറയ്ക്കണം കേട്ടോ. ഞാനിപ്പോ ഇവിടെ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാല് ഇത് വീടിനുള്ള ബേസ് ആണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ വീടുണ്ടാക്കാന്നാ വിചാരിക്കുന്നത്. അതായത് പച്ചപ്പുല്ലിൽ ഇങ്ങനെ നിൽക്കുന്ന വീട്, അതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ക്ലേ ഇത് ഇങ്ങനെ ഉരുട്ടി 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 ഇതൊന്ന് സെറ്റ് ആക്കി വരികയാണ്. ഇത് സെറ്റ് ആയാല് എനിക്ക് നേരെ വലിച്ചു നീട്ടിയിട്ട് ഇതിന്റെ മുകളിൽ ഒട്ടിക്കണം. അതാണ് എന്റെ അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ തന്നെ 6 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇപ്പൊ തന്നെ പെട്ടെന്നാക്കി കേട്ടോ എല്ലാരും. ഞാനിതാ ഇവിടെ പുല്ല് വെച്ചിട്ടുണ്ട്. അതിനൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി, ഒരു റിയാലിറ്റിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പുല്ല് പോലെ ഉണ്ടാവില്ല ഇങ്ങനെ കാണാനും. ഞാൻ ഫസ്റ്റ് ഇത് ഈ ക്ലേ ഈ കപ്പിന്റെ മുകളിൽ വെക്കാൻ പോവാണ്. ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മാക്സിമം വലിച്ചു നീട്ടാം, കാരണം അധികം ക്ലേ ഇല്ല നമുക്ക്. ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ വലിയ വീടുമായി പോയി. ഇതിങ്ങനെ
ഇങ്ങനെ 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 നമുക്ക് പരത്താം. ഇത്രയും വെക്കാന് 1 2 3 4 പടച്ചോന് 4 5 വേറെ ഒന്നിനും ഓറഞ്ച് യൂസ് ചെയ്യാൻ ഉണ്ടാവൂലെന്നേ ഉള്ളൂ. അത് നമുക്ക് വേറെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് മരത്തിന്റെ ഒരു ടെക്സ്ചർ ആണ് ഗൈസ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ ടൂൾസ് ഉണ്ട്. ഇതില് മരത്തിന്റെ ടെക്സ്ചർ കിട്ടുന്നത് വേണ്ട, ഞാൻ കൈകൊണ്ടന്നെ ചെയ്തോളാം. നമുക്ക് മാക്സിമം വലിച്ചു നീട്ടണം ഗൈസ്. ഞാൻ ഇവിടെ വരെ ഉള്ളത് ഇങ്ങോട്ട് ഒഴിവാക്കട്ടെ, കാരണം ഈ മേൽക്കൂര ഇവിടെ വരെ കവറാവും. അപ്പൊ ഇത്രയും മതി നമുക്ക്. അപ്പൊ ഇത് നമുക്ക് ചുരണ്ടി ഒഴിവാക്കാം, ക്ലേ ലാഭിക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയാം. ലാസ്റ്റ് ക്ലേ ഉണ്ടെങ്കിൽ മുകളിലേക്ക് എന്താ ഡിസൈൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഗൈസ് ഞാനിത് ഈ വീടിന്റെ ഈ ഒരു ഭാഗം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ടോപ്പ് പോർഷൻ ആട്ടോ. ഇതുണ്ട് ഇങ്ങനെ ഒരു വീട് പോലെ ആയില്ലേ. ഇത് നമുക്ക് ഇനി ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിപ്പോ എങ്ങനെയാന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഞാൻ എന്താ ചെയ്യണം അത് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ക്ലേ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. ക്ലേ വെച്ച് സ്റ്റിക്ക് ചെയ്യാം. ഇതുണ്ട് ഈ വീടിന്റെ ഉള്ളിലുള്ള മേൽക്കൂരി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാട്ടോ. അപ്പൊ നമുക്ക് ഒട്ടിക്കാം. ഞാനിവിടെ വീടിനുള്ള ഗാർഡൻ ഓൾറെഡി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലാണ് ഞാൻ വീട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനൊരു ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഫുൾ കുത്തുകുത്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ വീടിന്റെ മതിലുകളാണ് ഉണ്ടാക്കുന്നത്. അതിന് വൈറ്റും പിങ്കും തിമിലാണ്. അപ്പൊ വൈറ്റ് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഗൈസ് ഞാനിത് കണ്ടോ ഈ സാധനം ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലേ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ക്ലേ വെച്ചൊട്ടിക്കാല്ലേ. ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ആയി നിന്നിട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഫുൾ നമ്മൾ ക്ലേ വെച്ചിട്ടാണല്ലോ ഡിസൈൻ ചെയ്യുക. അപ്പൊ ഇത് ഇവിടെ ഉണ്ടായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് നല്ല കട്ടി വരും. ഫുൾ അങ്ങനെ തിക്കായി വരും. ഇത് കണ്ടപ്പോ കറക്റ്റ് ആയിട്ട് അത് അവിടെ ഒട്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ക്ലേ ആക്കിയിട്ട് ചെയ്യാട്ടോ. ഗൈസ് ഞാൻ എന്റെ കൂട് വീട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പെയിന്റ് അടിച്ചോണ്ട് പെയിന്റിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം മരമാണ് ഓൾറെഡി ഇത്. അപ്പൊ ഈ മരത്തിന്റെ മുകളിൽ നമ്മൾ ഓറഞ്ച് പെയിന്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് പെയിന്റ് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ ലൈൻ ഇട്ടാൽ ഈ തടി വെച്ചിട്ട് ഈ വീട് ഉണ്ടാക്കിയത് പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്ട്രോങ് കൺസ്ട്രക്ഷൻ ആണ്. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാ ഇങ്ങനെ ഒരു ക്ലേ എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇതാക്കിയിട്ട് ഇത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ പരത്തി കൊടുക്കുക. മുകളിലേക്ക് നമുക്ക് ആവശ്യമില്ല, അപ്പൊ ക്ലേ ലാഭിക്കാം. ഇങ്ങനെ വെച്ചിട്ട് ദാ ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് പരത്തി കൊടുത്തതിന് ശേഷം ദാ ഈ കത്തി വെച്ചിട്ട് ദേ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ അതൊരു തടീന്റെ ആ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയ പോലെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് മൊത്തം കവർ ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിതാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വീടിന്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരട്ടെ. അങ്ങനെ സ്കെയില് വെച്ചിട്ട് വൈറ്റ് വെച്ചിട്ടാണ് ഞാൻ വീട് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മേൽക്കൂര ഒരു പിങ്ക് കളർ വെച്ചിട്ട് ചെയ്യാന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വീടിന്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇവിടെ ഇങ്ങനെ കോണ് പോലെ ആക്കി കൊടുക്കാം. ഞാൻ എന്റെ മേൽക്കൂര സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെഡും പിന്നെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡും, അതായത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് രണ്ടും ഞാനിങ്ങനെ കൺസ്ട്രക്ഷൻ ഫുള്ളായിട്ടില്ല, അപ്പോൾ രണ്ട് രീതിയിൽ വെച്ചാണ്. അപ്പോൾ മേൽക്കൂര സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കളറുകളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റെഡ് ഇതിൻ്റെ മുകളിൽ വന്നാൽ നല്ല ഭംഗി ഉണ്ടാവും. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ്, അതായത് ചെറിയൊരു ഒറിജിനാലിറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. നല്ല ബ്രൈറ്റ് മേൽക്കൂര അല്ലേ? ബ്രൈറ്റ് മേൽക്കൂര. എന്നിട്ട് പിന്നെ കുറേ പൂക്കളൊക്കെ ആയിട്ട് എൻ്റെ ഉദ്ദേശത്തിലുള്ളത്. സമയം എത്രത്തോളം ഉണ്ട് എനിക്കറിയില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതുണ്ടോ, ഇത് നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പം ഭയങ്കര റെഡ്നെസ് ഒന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ഓടിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് പോലെ ആയില്ലേ. 1 മണിക്കൂർ 38 മിനിറ്റ് മാത്രമേ ഗൈസ് ബാക്കിയുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ 2 മണിക്കൂറിനുള്ളിൽ ഇത് ഞങ്ങൾ തീർക്കും ഗൈസ്. എങ്ങനെയെങ്കിലും മൊത്തത്തിലൊരു വീടും ഒരു സ്ഥലത്ത് ഞങ്ങൾ. അതെ, ബേസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ആദ്യം വേഗം ചെയ്തു തുടങ്ങാം ഗൈസ്. ഞാനിതാ വീടിന്റെ മേൽക്കൂര സെറ്റ് ചെയ്യാൻ പോവാണ്. കൈ വിറയ്ക്കുന്നുണ്ടോ ചെറുതായിട്ട്? ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് കിട്ടൂല ഗൈസ്, അതാണ് പേടി. അപ്പൊ ഇതെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല്, ഇപ്പൊ ഈ റെഡ് കളർ ഞാൻ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ടെക്സ്ചർ ആക്കി എടുക്കുക ഗൈസ്. ഓട് പോലെ. ഇനി അടുത്ത മേലെ വെച്ചിട്ട് അതും ഇങ്ങനെ തന്നെ ആക്കി എടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ ഒട്ടിച്ചാൽ നല്ല രസം ഉണ്ടാവും, നല്ല തിക്കായിട്ടുണ്ടാവും. ഇത് ഇങ്ങോട്ടാ കൊളായി എന്നെ ഞാൻ കൊല്ലും. ഇനി ആക്കി ഓക്കെ, ഇങ്ങനെ ആക്കി. ഇനി അടുത്ത കൂടി വെച്ചിട്ട് നോക്കട്ടെ. ഞാൻ നോക്കാം ഗൈസ്. അപ്പൊ ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫുൾ ഇങ്ങനെ ആക്കാം കേട്ടോ. ഞാനിതാ ഇവിടെ വീടിന് വാതിൽ വെച്ചോണ്ടിരിക്കാണ് ഗൈസ്, എല്ലാരും വരണം. വാതിൽ വെപ്പാണ്. ഇങ്ങനെ ഒരു സാധനം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചിങ്ങനെ പരത്തി കൊടുക്കാം. കേട്ടോ,
നല്ല രസമുണ്ട്. ഇത് പ്രശ്നം എന്തറിയോ, ഇത് ഒട്ടിപ്പോയാ പിന്നെ കിട്ടൂല, അതാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഇവിടെ ഒന്ന് ഒട്ടിച്ച് നോക്കിയതായിരുന്നു, പിന്നെ അവിടെ വൈറ്റ് കളർ പിടിച്ചു. അപ്പൊ ഞാൻ തറ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തറ ഇടാൻ വേണ്ടിയിട്ട് തറ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുക ആദ്യം. എന്നിട്ട് ദേ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും, കാരണം കൂണിന്റെ വീടല്ലേ, അത് പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ ഉണ്ടാവുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഇങ്ങനെ അമർത്തി അമർത്തി ഈ ഒരു പാറ്റേണിൽ കൊണ്ടുവന്നാൽ മതി. ഗൈസ്, ഞാനിതാ വീടിന്റെ മേൽക്കൂര ഓട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് പുകക്കുഴലാണേ, അത് നിങ്ങൾ പ്രത്യേകം മേലോട്ട്. അത് ഇനിയിപ്പോ നമുക്ക് ക്ലേ ഒക്കെ വെച്ച് സെറ്റ് ആക്കാനുണ്ട് ഗൈസ്. ഞാനിത് ഇവിടെ ജനൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്രൗൺ കളർ ജനലാട്ടോ വെക്കുന്നത്. ഇതിന് ഞാനൊരു പേപ്പറിലാട്ടോ ചെയ്യുന്നത്. ഈ ക്ലേ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. അങ്ങനെ ഇത് ഞാൻ ഈ പേപ്പറിൽ വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഈ പേപ്പറിൽ ഈ ജനൽ ഒട്ടിപ്പോയി. ഇനി അതിൽ തന്നെ ആക്കിയേ നിവൃത്തിയുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ജനലാക്കി എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വെക്കും. അപ്പൊ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ഷേപ്പിൽ ജനൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 2 കളർ നമ്മൾ മിക്സ് ചെയ്തിട്ടൊരു ലൈറ്റ് കളറ് ഒരു ഗ്രീൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പറ്റുന്ന തോന്നുന്നു അല്ലേ? ഇതൊക്കെ ഈ കളർ എനിക്ക് ഇഷ്ടമായി ഗൈസ്. ഇത് ഭയങ്കര ബ്രൈറ്റ് ആണ്, ഇത് കുറച്ച് ലൈറ്റാ. അപ്പൊ ഞാൻ കൂടുന്നല്ല ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് ഒരു ഐഡിയ തോന്നി, ഇവിടുന്ന് ഇങ്ങനെ എല്ലാം ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ആക്കിയാലോ എന്നൊരു ഐഡിയ തോന്നി. ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഈ ഡാർക്ക് കളർ ഗ്രീൻ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഡാർക്ക് കളർ ഗ്രീന് കിട്ടാന് ഇതിന്റെ കൂടെ ബ്ലാക്കോ ബ്രൗണോ മിക്സ് ചെയ്ത് നോക്കണം. ഫസ്റ്റ് കുറച്ച് മിക്സ് ചെയ്ത് നോക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഗൈസ്, ഞാനിത് അവിടെ പുകക്കുഴൽ കൊടുത്തിട്ടുണ്ട്. അതെന്താ ഒന്നായില്ല കേട്ടോ, ഭാഗ്യത്തിന് പുകക്കുഴൽ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാല് ഭദ്രമായിട്ട് എവിടെ വെച്ചിട്ട് പറഞ്ഞത്. ഇതുണ്ടോ, ടൂത്ത് പിക്ക് എടുത്തിട്ട് ഞാൻ അതിന്റെ പകുതി കട്ട് ചെയ്തെടുത്ത്, എന്നിട്ട് ഈ വൈറ്റ് സാധനം വെച്ചിട്ട് മൊത്തം ഇതിന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ട് ഈ കത്രിക കൊടുത്തിട്ട് ഇതാണ്ടോ, കത്രിക കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത്. ഇതാണ് അങ്ങനത്തെ ഒരു പോക്കുവഴി പോലെ ഇപ്പൊ ഉള്ളത്. അതായത് ഈ അടുപ്പ് പ്രവർത്തിച്ച് തുടങ്ങിയില്ല, പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അത് കറുത്ത പോക്കുവെള്ളാവും. അപ്പൊ അങ്ങനെയാണ് ഇത് ഉള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ബോഡി ചെയ്തെടുക്കാം. ഗൈസ്, നമുക്ക് ഡാർക്ക് ഗ്രീൻ തന്നെ എടുക്കാം, കാരണം ഇത് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അത് മൊത്തം ഇപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടാക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ ഡാർക്ക് തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളിത് കുറച്ചൊന്ന് കട്ടിയാക്കാം, എന്നാലേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മേൽക്കൂര എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിത് അവിടെ ജനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വീടിന്റെ മുകളിൽ വെക്കാം. ഇതിങ്ങനെ നമുക്ക് ഓരോ സൈഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ജനൽ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ജനൽ ഇവിടെയും വെച്ചെടുക്കാം. അങ്ങനെ ജനൽ വെക്കലും ഇതും മഞ്ഞുള്ള സ്ഥലത്തത്തെ ജനല് പോലല്ലേ. ഈ കുക്കിന്റെ മുകളിലൊക്കെ ചിലവരാക്കൂല ഇങ്ങനെ ഡിസൈന്, അതുപോലെ ഉണ്ട് ഇത് കാണാൻ. ഗൈസ്, ഞാനിത് ഈ ഒരു സ്കിൻ കളർ എടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 എണ്ണവും പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളയും കൂടെ ആഡ് ചെയ്തിട്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ വീടിന്റെ പെയിന്റ് ആയിട്ട് അടിക്കാൻ പോകുന്നത്. മേൽക്കൂര റെഡും ആയി വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും. ഇതുണ്ടോ, ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമില്ല. ഇതൊക്കെ അപ്പൊ ഞാൻ അങ്ങനെയാട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ പിങ്ക് അല്ല, അത് ഈ ഒരു സ്കിൻ കളർ പോലത്തെ കളർ, അതും അതിന്റെ കൂടെ കുറച്ച് വൈറ്റും. അപ്പൊ ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കയ്യിലിട്ട് നല്ല ഇങ്ങനെ ആക്കുമ്പോഴാട്ടോ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെയും ഒട്ടി പിടിച്ചോണ്ട് പോകും. ഗൈസ്, ഞാനിത് മിക്സ് ചെയ്ത് വെച്ച കളർ ഈ ഇതിന്റെ മുകളിലേക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. നിൻ്റെത് ഈ ഒരു എന്താ പറയുക സ്ക്വയർ ടൈപ്പ് റെക്റ്റാങ്കിൾ ടൈപ്പ് വീടായതുകൊണ്ട് തന്നെ നല്ല സിമെന്റ് തേച്ച് വൃത്തിയുള്ളൊരു വീട് പോലെ വേണം. അപ്പൊ അതുകൊണ്ട് ഇത് സ്കെയിൽ വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ അമർത്തിയിട്ട് കറക്റ്റ് ഈവൻ ആക്കി എടുക്കണം കേട്ടോ. ഇത് മറ്റേ എന്താ പറയാ മറ്റേ ഹാരി പോട്ടറിലെ ആ തൊപ്പിന്റെ തൊപ്പി ഏകദേശം ആ ഒരു സാധനം പോലെ ഉണ്ട്. ഇതിപ്പോ ഞാൻ എന്താന്ന് വെച്ചാല് ഇത് മൊത്തം നമ്മൾ ഇങ്ങനെ കവേർഡ് ആയിട്ട് ഇല ഇങ്ങനെ കൂടി നിൽക്കുന്ന രീതിയിൽ ഒരു കൂടാരം പോലെ വരും. ഏകദേശം ആ ഒരു രീതിയിൽ വരും. പംകിൻ ഹൗസ് ഏകദേശം അങ്ങനെയൊക്കെ വരും. പക്ഷെ ഇത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല, നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാം. അതൊന്നും ഉണങ്ങിയാല് ടൂത്ത് പിക്ക് ബാക്കിൽ വെച്ചോ. ടൂത്ത് പിക്ക് ബാക്കിലൊക്കെ സത്യം നല്ല ഐഡിയ.
ഇത് നമുക്ക് ഇവിടെ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ മുകളിലേക്ക് ഇനി സപ്പോർട്ട് വേണം. പക്ഷെ ഇല്ലേ, ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയാലും ഇതിങ്ങനെ കുത്തനെ നിന്നോളും. ഇനി ഇതേപോലെ നമ്മൾ ചുറ്റിനും ഇങ്ങനെ കൊടുക്കാൻ പോവാണ്. അതാകുമ്പോൾ വീടിന്റെ സൺഷെയ്ഡ് ഇത് ഇവിടെ ഉണ്ട്, അതിന്റെ മേൽക്കൂരി ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇനി മൊത്തം ചെയ്തെടുക്കാം. അപ്പത്തേക്ക് കുറെ സമയം പോകും. ഗൈസിന്റെ വീട് ഇങ്ങനെ മേൽക്കൂര തകരുന്നത് എനിക്ക് കാണാൻ വയ്യ. അപ്പൊ നമുക്ക് ഉള്ളിൽ കൂടെ എന്തായാലും ഒരു ചെറിയൊരു താങ്ങ് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഞാനിത് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസൊക്കെ മതിയാവും. ഇതിനിപ്പോൾ നമുക്ക് അടിയിൽ ഏതെങ്കിലും ഒരു കളർ ക്ലേ കൊടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും അവിടെ ഒട്ടിച്ച് നിർത്താം കേട്ടോ. ഇതിങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇത്ര ഹൈറ്റ് ഇത് ഇങ്ങനെ നമുക്കൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇപ്പോൾ തൽക്കാലം നിർത്താം കേട്ടോ നമുക്ക്. എന്നിട്ട് ഇത് ഡ്രൈ ആയി വരട്ടെ. ഡ്രൈ ആയി വരുമ്പോഴത്തേക്കിന് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റിനും ഇങ്ങനെ സപ്പോർട്ട് വരുമ്പം മൊത്തത്തിൽ നോർമലായിട്ട് തന്നെ അങ്ങനെ നിന്നോളും. ഞാനിപ്പോ ഇവിടെ മേൽക്കൂരയ്ക്കുള്ള പിങ്ക് കളർ കുഴച്ചോണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ഡാർക്ക് പിങ്കും കൂടെ ഞാൻ ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു നല്ല പിങ്ക് ഷെയ്ഡിൽ കിട്ടി. അപ്പൊ ഇത് ഗൈസ് ഞാൻ കുഴച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് മേൽക്കൂരാക്കി എടുക്കണം. ഞാൻ മൊത്തത്തിൽ ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് വരും. 1 മണിക്കൂറും 16 മിനിറ്റ് ബാക്കിയില്ലേ? വീട് മുഴുവനായിട്ടില്ല ഗൈസ് ഇതുവരെ. ഗൈസ് നമ്മൾ ഒരു വിധത്തിൽ ഈ മേൽക്കൂര സ്റ്റഫ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഈ മേൽക്കൂര എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ? ഈ ക്ലേ മൊത്തം നമ്മൾ ഇങ്ങനെ വലിച്ചു നീട്ടുക. ഇപ്പൊ ഇങ്ങനെ ആക്കി എടുത്തത് ഇത് കണ്ടില്ലേ? ഇതിപ്പോ ചെറുതായിട്ടൊരു ലൈന് പോലെ വന്നില്ലേ? അത് നമ്മളിതാ വീണ്ടും ഇങ്ങനെ ആക്കി കൊണ്ടുവരാം. എന്നിട്ട് അത് വീണ്ടും വലിക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം മുകളിലേക്ക് നമ്മളിത് ഇങ്ങനെ നേർത്തതാക്കി കൊണ്ടുവരാം. ഇത് ഇപ്പൊ എൻഡായി. എന്നിട്ട് ഇത് എഡ്ജസ് ഒക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് സെറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ മേൽക്കൂര റെഡിയായി. എന്നിട്ട് ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ ഇതിന്റെ വീടിന് മേൽക്കൂര കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീടായിട്ടുണ്ട് ഇപ്പൊ അത്. എനിക്ക് ഇതിനൊരു ബ്ലൂ കളർ ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കാണ്ട്. അപ്പൊ അതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഒരു ക്യാൻഡി ഹൗസ് ആയി. ഒരു ക്യാൻഡി ഹൗസ് ആണ് ഇപ്പൊ ഇത് നമുക്ക് ഒരു നല്ലൊരു ഷേപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ ഇത് മാറ്റിയെടുക്കാം. ഗൈസ് അങ്ങനെ ഏകദേശം എന്റെ വീട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഈ മേൽക്കൂര ഞാൻ ജസ്റ്റ് ഈ വീട്ടിലോട്ട് ഇങ്ങനെ ഇതിന്റെ വീടിന്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ വീടുള്ളത്. ഇതാ എന്താ പറയാ, കപ്പ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് അതൊന്ന് സ്ക്വയർ അല്ലാണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ റെഡി ആയി വരുള്ളൂ. അപ്പൊ ഏകദേശം ഞാനിതാ ഈ വീട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഓക്കെ അല്ലേ? ഒരു ക്യൂട്ട് കുഞ്ഞു വീട്. ആ ഒരു കുഞ്ഞു വീട്. ഇനി ജനലും സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. ഇനി നമുക്ക് ആ പണിയിലേക്ക് കടക്കാട്ടോ. ഷാമിന്റെ വീട് ചെറുതായിട്ടൊന്നും കൊളായി പോയി. അതെടി നല്ല ഇങ്ങനെ അമർത്ത്, അല്ലാണ്ട് ഈ വേഗം കൊണ്ട് ഒട്ടിക്കുമ്പോഴേ തീരെ കിട്ടാതാവുന്നത്. എനിക്ക് ഇങ്ങനെ ഒട്ടി പോകുന്ന അറിയില്ല ഗൈസ്. കണ്ടോ ഇതിന്റെ മുളകൊക്കെ എന്റെ വീട് കൊള്ളായേ. ഇതൊന്നെങ്കിലും പാറ്റേൺ ആക്കാം ഷാമി. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് വെള്ള ക്ലേ എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഗൈസ് ഞാനിത് അവിടെ വീട് ഏകദേശം ആക്കി എടുത്തിട്ടുണ്ട്. സമയം ഇനി 44 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി പണികൾ വേഗം ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഇതാണ് നമ്മളെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ ഒരു പോണ്ട് ആദ്യം വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഈ ബ്ലൂവും പിന്നെ വൈറ്റും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു ഷേപ്പിൽ ഈ പോണ്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള സ്ഥലത്ത് ഫുള്ള് ഗ്രീന് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലാട്ടോ ഞാൻ വീട് വെക്കുക. അപ്പോൾ അതാ ഞാൻ ഈ ബ്ലൂ കളർ വെച്ചിട്ട് ഇത് മൊത്തം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. വീട് ഇവിടെ മൊത്തത്തിൽ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു ബ്ലൂ കളറൊക്കെ കൊടുത്ത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. സംഭവം ഞാൻ ഈ ഡിസൈൻ എല്ലാം വിചാരിച്ചത് ചെയ്തൊന്നും അങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. പക്ഷെ എന്നാലും ക്യൂട്ടായിട്ടത് കാണാന്. അപ്പൊ ഞാൻ വീട് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാണ്. ഇവിടെയാണ് നമ്മളെ വീട് നിൽക്കുന്നത്. നല്ല രസമുണ്ട്. ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല തോന്നുന്നു. കുറച്ചേരം അവിടെ കയ്യൊരു സപ്പോർട്ട് കൊടുത്താൽ അതിന്റെ ഉള്ളിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് എങ്ങനെ വെച്ചോക്ക്. അല്ല ബാക്കിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാം. ടൂത്ത് പിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ബാക്കിൽ ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡിലായിട്ട് അതൊരു ചെടി പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വെച്ചു.
അജിയുടെ കടലും കരയും ഗാർഡനും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് എന്തൊക്കെയോ ചെയ്തു. ഗൈസ് ആകെ ഇനി അത്ര സമയമേ ഉള്ളൂ. ആ സമയത്തിന്റെ ഇടയ്ക്ക് വേണം ചെയ്യാന്. ഞാൻ വീടിന്റെ മുകളിൽ കുറെ സമയം കളഞ്ഞു. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി. ഞാനും ശ്രീയുമാണ് കേട്ടോ ബാക്കിൽ നിൽക്കുന്നത്. ചെയ്തോ 5 പക്ക ചെയ്തു. ഇത് മണ്ണിന്റെ ഭാഗമാണ് ഗൈസ്. ഞാനിത് അവിടെ ഇങ്ങനെ ബ്രൗൺ കളർ കൊണ്ട് ചെയ്തത്. പിന്നെ അത്ര ഗ്രീനും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ബ്രൗൺ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ നമുക്ക് ലാഭിക്കാലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ബാക്കി ഇപ്പുറത്തെ ഗ്രീൻ തന്നെ കൊടുക്കാം. എന്നിട്ട് വീട് ഫിക്സ് ചെയ്യണം. ഞാനിത് ഇവിടെ എന്റെ വാതിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു ക്യൂട്ട് കുഞ്ഞു വാതിലാണ്. ആ വാതിൽ നടുക്കൂടെ നമുക്കിത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കൊടുക്കാട്ടോ. ണ്ടോ ഒരു കുഞ്ഞു വാതില്. ഗൈസ് ഞാനിത് ഈ ഫ്ലോർ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വീടും അവിടെ വെച്ചിട്ടോ. അപ്പൊ ഏകദേശം എനിക്കൊരു സമാധാനമായി. ഇത് ഞാനിത് അങ്ങനെ നടന്നു പോകാനുള്ള സ്റ്റെപ്പ് പോലെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ സമാധാനവും പോയി ഗൈസ്. ഇനി അധികം സമയമില്ല. പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ. ഞാൻ ഈ വീട് എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ചുറ്റിനൊന്നുമില്ല, ഫുൾ എംപ്റ്റിയാണ്. മിക്കവാറും ഈ വീട് മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഗൈസ് എന്റെ വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു പംകിൻ വീട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. കൂടി ഞാൻ മാറ്റി പംകിനിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു പംകിൻ വീടാണ്. ഇത് ശരിക്കും ഒരു റാബിറ്റിന്റെ വീടാണ്. നമുക്ക് സമയം കിട്ടുകയാണ് റാബിറ്റിനെ ഉണ്ടാക്കി. ശരിക്കും ഷാമി പറയുന്ന ഒരു വിച്ചിന്റെ വീട് പോലെ ഉണ്ട് എന്നാണ് കേട്ടോ. കാര്യം വിച്ചിന്റെ തൊപ്പി ഉണ്ട്. തൊപ്പി പോലെ ഉണ്ട് ഏകദേശം. ഒരു ചൂലില്ലേ, ഒരു ചൂലുണ്ടാക്കി അവിടെ ചാരി വെച്ച് കഴിഞ്ഞാൽ വിച്ച്, അതായത് വിച്ച് ഉള്ളിലുണ്ട്, ചൂല് പുറത്തുണ്ട്. ഓരോ അതെ ഓരോ വണ്ടിയാണുള്ളത്. 5ന്റെ എവിടെയോ എത്തി കഴിച്ച് ഞങ്ങൾ എവിടെ എത്തി. എനിക്കെന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല. എനിക്കിനിപ്പോ എനിക്ക് റാബിറ്റിനെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ അതിനുണ്ടാക്കട്ടെ എന്നാല്. ഞാനിവിടെ വഴി വെച്ചു കൊടുക്കാണ് 27 മിനിറ്റ് കൂടെ ബാക്കിയുള്ള സമയം കൂട്ടിത്തരാൻ വല്ല വഴിയുണ്ടോ? ഞാനിത് അവിടെ ഇങ്ങനെ വഴി വരച്ചു കൊടുക്കുകയാണ്. വരച്ചില്ല, ക്ലേ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ചിങ്ങനെ ആക്കാം. ഒരു സൈഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാം. ശരിക്കും നമുക്ക് കുറച്ചുകൂടെ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പൂക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടത്. പക്ഷെ സമയമില്ല. സമയം തന്നത്, പക്ഷെ ഞങ്ങൾ വീടിന്റെ മുകളിൽ കുറെ സമയം പോയി. ഗൈസ് ഞാനിത് അവിടെ ഒരു താറാവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഒരു കുഞ്ഞു താറാവിനെ. ഇനി അതിലും കുറച്ച് ചെറിയ താറാവിനെ ഉണ്ടാക്കുക കേട്ടോ. ഇത് ഈ വൈറ്റ് ഫോം ക്ലേ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി, എന്നിട്ട് ഇതാ ഇത് ഹെഡാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ബ്ലാക്ക് ഫോം ക്ലേ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെറിയൊരു ബോള് പോലെ ആക്കിയിട്ട് നമുക്ക് കണ്ണായിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു കുഞ്ഞു ബോള് ഇതാ ഇവിടെയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പുറത്തും കൂടെ കണ്ണായി. ഇനി നമുക്ക് ഇതിവിടെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആ കൊക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു യെല്ലോ എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഇതാ നല്ല ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കൊക്കിൻ്റെ ഷേപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതാ ഇതിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു ഷാർപ്പ് എഡ്ജ് പോലെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയായി. ഇനി നമ്മൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാനിത് അവിടെ കുഞ്ഞൊരു പോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവാ കേട്ടോ. കുഞ്ഞു താറാവ് അടിപൊളി. ഇനി അവിടെ തന്നെ വെക്കാം ഗൈസ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള നിവർത്തില്ല. ഇത് ഇവിടെ തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ വേണം. ഇത് അമ്മി, ഇത് കുട്ടിയാട്ടോ. അമ്മത്താറാവും കുട്ടിത്താറാവും. അമ്മത്താറാവും കുട്ടിത്താറാവും. ഞാൻ അതവിടെ അടുത്തൊരു മരം കൊടുത്തിട്ടുണ്ട്. ഇത് മാവ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ മാവൊന്നല്ല. ഇത് ഒരു മഞ്ഞ പൂക്കളായിട്ടോ ഇനിയിപ്പോ മാമ്പഴമായിട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും. എന്താ പിന്നെ കഴിച്ച് ഞാൻ മാവാട്ടോ ഉണ്ടാക്കിയത്. ഇത് മാവാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ഒരു മാവ് ഇത് അവിടെ ഇഴാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആകെ ആ ഒരു ഗ്രീൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ ഗ്രീൻ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മരം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത്രയാട്ടോ ഞാൻ ഇതിൽ ചെയ്തത്. ഞാനിത് അവിടെ ഫൈനൽ ടച്ചിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതാ വഴി കൊടുത്തിട്ടുണ്ട്, വഴിക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഞാനിങ്ങനെ പുല്ലുകൾ പോലെ ചെയ്തെടുക്കാണ് കേട്ടോ. എന്താ പറയാ, ഒരു ഗാർഡൻ ഒക്കെ പോലെ നല്ല പച്ചപ്പുള്ള സ്ഥലത്താണ് എന്റെ വീടുള്ളത്. അപ്പൊ അത് ഇങ്ങനെ ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ മരം കൊടുക്കണം എന്നുണ്ടായിരുന്നു, ഇതേപോലെ പോണ്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു, ഊഞ്ഞാല കൊടുക്കണം എന്നുണ്ടായിരുന്നു, കല്ലുകൾ കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഒന്നിനുള്ള സമയമില്ല. വീട് ഞാൻ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ വീടിന്റെ മുകളിൽ 2 ഫ്ലവേഴ്സ് ഉണ്ട്, ഇവിടെ ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒരു വഴി പോലെ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അതിനുള്ള സമയം ഇനി നമുക്കുള്ളൂ. വേറെ മൊയലിനൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അതിനൊന്നുള്ള സമയമില്ല ഇനി. ഗൈസ് ഇനി നമുക്ക് 38 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഇന്റത് ഞാൻ നിർത്തിട്ടോ. ഒരുവിധം ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്യാനുള്ള സമയമില്ല. ഇത് ഏകദേശം കഴിഞ്ഞു ഗൈസ്. പക്ഷെ ഇതിന്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ വേറെ ഫ്ലവേഴ്സ് ഒന്നും ആഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ഗൈസ്. എനിക്കധികം ഫ്ലവേഴ്സ് ഞാൻ കുറച്ച് ഇല്ല, ഞാൻ നേരെ പരത്തി എന്നിട്ട് വേഗം കൂടി 4 എണ്ണം ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് ഞാൻ അങ്ങനെ കൂടി തീർത്തതാട്ടോ. ശരിക്കും കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു. 12, 11, 10 ടൈം കഴിഞ്ഞായി. സംഭവം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തീരൂലേ? 2, 1 അങ്ങനെ ഗൈസ് 2 മണിക്കൂറിന് ശേഷം
ഞങ്ങളുടെ 3 പേരുടെയും ക്ലേ ഹൗസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച അത്ര അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല, കാര്യം കുറെ ഇമാജിനേഷൻ ഉണ്ടായിരുന്നു. അത് ഫുള്ള് വർക്ക്ഔട്ട് ആക്കി എടുക്കാൻ പറ്റിയില്ല, കാര്യം ഇത് ഉണങ്ങി കിട്ടാനൊക്കെ കുറച്ച് സമയം വേണം. എന്നിട്ടാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിന്റെ മുകളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒട്ടിപ്പോയല്ലോ അത് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ല, അതിന്റെ ബാക്കി അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മളിത് ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. 2 മണിക്കൂറിനുള്ളിൽ തീരില്ല. അപ്പൊ ഇപ്പൊ ഏകദേശം ഞങ്ങൾക്ക് കിട്ടിയ സമയത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ്. 3 പേരും ഭയങ്കര കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. അത് ശ്രീ തുടങ്ങിക്കോ. ഇതിന്റെ ഒരു പംകിൻ വീടാണ് ഗൈസ്. അപ്പൊ ഈ പംകിൻ വീട്ടിലേക്ക് വരാനുള്ള വഴികളാണ് ദേ ഇവിടെ ഈ കല്ലുകൾ ഇങ്ങനെ പാകിയിട്ടുള്ളത്. അപ്പൊ ഈ കല്ലിൽ ചവിട്ടിയിട്ട് നമുക്ക് നമ്മുടെ പംകിൻ വീട്ടിലേക്ക് വരാം. ഇത് മൊയലിന്റെ വീടാണ്. മൊയലിന് എനിക്ക് വെക്കാനുള്ള സമയം കിട്ടിയില്ല. ഇത് അടിയിൽ മൊത്തം ചെമ്മണ്ണാണ്. അപ്പൊ വീട്ടിലേക്ക് വരാൻ ഒരു വഴി വേണമല്ലോ, അതാണ് ദേ ഈ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വീട് എന്ന് പറയുമ്പം നല്ല ഓറഞ്ച് കളറിലുള്ള ഒരു വീടാണ്. അപ്പൊ പംകിന്റെ ആ ഒരു തീമാണല്ലോ. അപ്പൊ ആ ഇല കൊണ്ട്, പംകിന്റെ ഇല കൊണ്ട് ഉണ്ടാക്കിയ മേൽക്കൂരയാണ്. പിന്നെ ഇത് ഇലകളായതുകൊണ്ട് തന്നെ സൈഡിൽ പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ. ആ പൂക്കൾ അതെ, പംകിന്റെ പൂ ഇതേ 2 ഇവിടെ 1 ഇവിടെയൊക്കെ അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു തടി വെച്ച് മേഞ്ഞ പോലത്തെ ഒരു പാറ്റേൺ ഉള്ള ഒരു വീടാണ്. അതിൽ യെല്ലോ ബോർഡറിൽ ദേ വാതിൽ നിൽക്കുന്നുണ്ട്, ജനലും ഇങ്ങനെ ഒരു യെല്ലോ ബോർഡറിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വീടിന്റെ പരിസരം നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ ഇവിടെയൊക്കെ നിറയെ പച്ചപ്പുണ്ട്. ഇവിടേക്കൊക്കെ പഴുത്ത ഇലകളാണ് ഗൈസ്. അപ്പോൾ സമയം എത്രയേ കിട്ടുള്ളൂ. അപ്പൊ അതിനോണ്ട് ഇത് മൊത്തം പഴുത്ത ഇലകളാണ്. ഇതൊക്കെ അതെ ഇവിടെ മുതലാണ് പച്ചപ്പുള്ളത്. ഇവിടെയൊക്കെ മണ്ണാണ്. അപ്പൊ ഫുള്ള് മഷ്റൂംസ് ആണ്. അതെ, ഫുള്ള് മഷ്റൂംസ് ആണ്. അപ്പൊ ദേ ഇവിടെ ഒരു മഷ്റൂം ഉണ്ട്, ഇവിടെ ഒരു മഷ്റൂം ഉണ്ട്, ഇവിടെ മഷ്റൂം ഉണ്ട്. ദേ ഇവിടെയൊക്കെ അങ്ങനെ മഷ്റൂം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഒരു പംകിൻ വീട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഗൈസ് എന്റെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാണ് ഗൈസ്. ഞാൻ എന്തൊക്കെയോ ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. ആദ്യം തന്നെ വരികയാണെങ്കിൽ ഒരു മണ്ണിട്ടൊരു വഴി ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. ആ വഴിയിൽ ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് പച്ചപ്പിൽ നിൽക്കുന്ന ഒരു വീടാണ്, പച്ചപ്പിന്റെ നടുവിൽ ഒരു വീടാണ് എൻ്റെത്. ആ വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കാൻഡി കളേഴ്സൊക്കെ ആണ്. പിന്നെ മോള് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പുക പോവാനുള്ള കുഴൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഞാൻ ചെടിയൊക്കെ പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, മഷ്റൂം ഒക്കെ പോലെ. അത് കളർഫുൾ ആയിട്ടാണ് കൊടുത്തത്, പക്ഷെ അത് അങ്ങോട്ട് മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, ബാക്കിലായിട്ട് കൊടുത്തതാണ്. പിന്നെ ഇതെന്താന്ന് എന്നോട് ചോദിക്കരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് കൂട്ടാം. വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് കൂട്ടാം, മരമായിട്ട് കൂട്ടാം, ചെടിയായിട്ട് കൂട്ടാം. പിന്നെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഒരു പോണ്ട് പോലെയാണ്. ഇങ്ങനെ കല്ലുകളൊക്കെ വെച്ചിട്ട് ഒരു സംഭവം, എന്താ പറയുക, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കുഞ്ഞു പോണ്ട് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പുല്ലുകളിൽ വിരിഞ്ഞെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കൾ പോലെയാണ് ഞാൻ അതെ പുൽമേട്ടിലെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നമുക്ക് ഇതിന് കൂട്ടാം. അങ്ങനെയാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ അത് അവിടെ നിർത്തി. അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വീട്. ഫുൾ പച്ചപ്പിലാണ് ഈ വീട് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട്, ഇത് മണ്ണിട്ട സ്ഥലമാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ ഈ വീട്ടിലേക്ക് കയറാനുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് കയറുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് ഇത് അവിടെ ഒരു കുഞ്ഞു പോണ്ട് ഉണ്ട്. ആ പോണ്ടിൽ ഒരു കുഞ്ഞു താറാവും ഒരു വലിയ താറാവും ഉണ്ട്. ഇത് അമ്മയും കുട്ടിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ സൈഡിൽ ഇത് അവിടെ കുഞ്ഞു കല്ലുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ, ഈ പോണ്ടിന്റെ ഉള്ളിൽ കല്ലുകൾ ഉണ്ടാവില്ലേ, അതുപോലെ ഫുൾ ഒരു 3-4 സ്ഥലങ്ങളിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് കല്ലുകൾ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ. ഇതൊരു പിങ്ക് പൂവുണ്ട്, ഇവിടെ ഒരു യെല്ലോ പൂവുണ്ട്. പിന്നെ അവിടെ നമ്മൾ നടന്ന് നീങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു റെഡ് മേൽക്കൂരിയും പിന്നെ പുക പോകുന്ന ഒരു സംഭവമൊക്കെ ആയിട്ട് ഒരു വീട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ വെച്ചിട്ടുണ്ട്. ഇത് വാതിലാണ്, വാതിലിനൊരു പിടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇവിടെ ഒരു മാവും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മാവ് എന്നുള്ള ഉദ്ദേശത്തിലൊന്നും ആക്കിയതല്ലായിരുന്നു, പക്ഷെ ഷാമി കണ്ടപ്പോൾ പറഞ്ഞത് അത് മാവ് പോലെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് മാവ് ആയിക്കോട്ടെ എന്ന്. അങ്ങനെ മാവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒരു ഗ്രീനും ബ്ലൂവും ബ്രൗണും എല്ലാം കൂടെ ഷെയ്ഡിൽ ഒരു ഏരിയ മൊത്തം ഞാൻ അങ്ങനെ കവർ ചെയ്തെടുത്തിട്ട് ഒരു വീട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പൊ ഗൈസ് നമ്മുടെ ഈ 3 ക്ലേ ഹൗസസിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലേ ഹൗസ് ഏതാന്നുള്ളത് നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. ആ ആളായിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ചാലഞ്ചിലെ വിന്നർ ആയിട്ട് വരുന്നത്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ ചാലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നല്ല രസമാട്ടോ ഇത് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി വീടുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം കേട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. ആരാ വിന്നർ എന്നുള്ള എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.